അപ്പൊ പിന്നെ പഠനം എന്തായാലും തുടർന്നു? SLC ആദ്യം തോറ്റുപോയി. പിന്നെ അത് കഴിഞ്ഞ് തോറ്റുപോയി. 210 കിട്ടിയില്ല. അല്ല, തോറ്റുപോകാൻ കാരണം എന്ന് വെച്ചാൽ പരീക്ഷ എഴുതിയാലല്ലേ ജയിക്കുള്ളൂ. ഞങ്ങൾ സൈക്കിളിൽ പോകുമായിരുന്നു. കൊട്ടാരക്കരയിൽ നിന്ന് പുത്തൂർ വരെ സൈക്കിളിൽ ഓട്ടുന്നതിൻ്റെ അഹങ്കാരം ഒന്ന് ആലോചിച്ച് നോക്കണം. അവൾ ചവിട്ടി വരിക. അത് പുത്തൂരായിരുന്നു പഠിച്ചത്. വെണ്ടാറാണ് പഠിച്ചിരുന്നത്. സൈക്കിളിനകത്ത് ഞങ്ങൾ 3 പേര് 3 സൈക്കിളിൽ വരിക. വന്ന് കോട്ടാത്തല എന്ന് പറഞ്ഞ ഭാഗത്ത് എത്തിയപ്പോൾ അവിടെ നിന്ന് 5 കിലോമീറ്ററൂടെ ഉള്ളൂ സ്കൂള്. നല്ല ഇറക്കമായിരുന്നു. ഇറങ്ങിപ്പോയ വഴിക്ക് എൻ്റെ സൈക്കിള് ഒരു കട്ടറിനകത്ത് ചാടിയിട്ട് അതിലെ കൂടെ മീനും കൊണ്ട് പോയൊരു സ്ത്രീ ഉണ്ടായിരുന്നു. അവരെ കൊണ്ടിട്ട് ബാക്കിൽ കൊണ്ടിട്ട് ഇട്ടി കൊടുത്ത് ഇവരും വീണ് അവരുടെ നെറ്റിയൊക്കെ പൊട്ടി ആകപ്പാട് പ്രശ്നമായി. ഉള്ള മത്തിയും ചാളയും എല്ലാം കൂടെ റോഡിലും വീണ് അവരെഴുന്നേറ്റിരുന്ന് പ്രാവി ചീത്ത വിളിയും കാര്യങ്ങളുമായി. അവസാനം ഇവരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോക്കലോ ആൾക്കാരെല്ലാം കൂടെ കൂടുതലും എല്ലാം കൂടെ ആയിട്ട് അന്ന് പരീക്ഷ എഴുതാൻ പറ്റിയില്ല. പരീക്ഷ എന്ന് പറഞ്ഞ് പോകും, എഴുതിയിട്ട് കാര്യമില്ല. അങ്ങനെ അങ്ങ് പോയി. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ എഴുതിയെടുത്തിട്ട് പ്രീ ഡിഗ്രിക്ക് ചേർന്നു. പ്രീ ഡിഗ്രി ചേർന്നപ്പോൾ അവിടെ വെച്ചൊരു സംഭവം, ഞാൻ ആ കോളേജിൻ്റെ പേര് ഇപ്പോൾ പറയുന്നില്ല, അതെന്ന് വെച്ചാൽ വേറെ ഒന്നുണ്ടല്ലോ, അവിടെ നടന്ന ഒരു സംഭവമാണ്. അവിടെ മുകളിലാണ് ലാബ്. സയൻസ് ഗ്രൂപ്പ് ആയിരുന്നോ? ഞാൻ സയൻസ് എടുത്തത്. സെക്കൻഡ് ഫസ്റ്റ് ഇയറാ. അപ്പോൾ ഞാൻ അത് സെക്കൻഡ് ഗ്രൂപ്പ് കിട്ടിയോ? ഈ 10ാം ക്ലാസ് രണ്ടാമത് എഴുതി പാസ്സായി? എനിക്ക് നല്ല മാർക്ക് ഉണ്ടായിരുന്നു. എനിക്ക് 360 മാർക്ക്. ഞാൻ ലാബിലോട്ട് പോവാ. അപ്പോൾ അവിടെ മുകളിൽ എന്തൊക്കെയോ ഭയങ്കര വിഷയങ്ങൾ നടക്കുന്നു, തള്ളൽ പിടിക്കലൊക്കെ. ഞാൻ അറിഞ്ഞില്ല. ഞാൻ കയറി മുകളിലോട്ട് പോയപ്പോൾ അവിടുന്ന് ഒരു ഗ്രൂപ്പ് ആൾക്കാർ പീട്ടിച്ച് തള്ളലും. എന്നുവെച്ചാൽ അവിടെ KSU ഇല്ലായിരുന്നില്ല, SFI മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ KSU യൂണിയൻ അതിൻ്റെ ആൾക്കാരാണെങ്കിൽ തിരഞ്ഞെടുക്കാനോ നോമിനേഷൻ കൊടുക്കാനോ നിന്നതിൻ്റെ പേരിലും കണ്ടുള്ള അടിപിടിയാണ്. ഈ തട്ടലിൻ്റെ മുട്ടലിൻ്റെ ഇടയ്ക്ക് ഞാൻ തെറിച്ചത് വീണ് ഞാൻ ആരൻ്റെ കയറി പിടിച്ച് താഴെ വന്നു വൈസ് പ്രിൻസിപ്പാളായിരുന്നു. അച്ഛൻ്റെ ലോഹം മൊത്തം കീറിപ്പോയി. അച്ഛന് ശമ്പളം വന്നതല്ല, അച്ഛൻ അകത്തിട്ടുന്ന ബനിയനകത്തൊരു 3-4 കുഴി ഉണ്ടായിരുന്നു. അച്ഛൻ അതായിരുന്നു സങ്കടം. എന്ന് വെച്ചാൽ കംപ്ലീറ്റ് പെണ്ണുങ്ങളോ ആണുങ്ങളോട് നിൽക്കല്ലേ. അച്ഛൻ വിളറി വെളുത്തിട്ടത്. എന്നെ ഒരു നോട്ടം നോക്കി എൻ്റെ കൈ ഇങ്ങനെ പിടിച്ചോണ്ട് കയറി ഓഫീസിലോട്ട് പോയിട്ട് എൻ്റെ പുറത്താക്കി പോക്കോ ഇറങ്ങണോ. അങ്ങനെ ഇറങ്ങി ഞാൻ ഓവറിൽ ഒന്ന് പഠിച്ച് ട്രിവാൻഡ്രം ഓവർ. അടിങ്ങുന്ന സ്ഥലമാണല്ലോ അവിടെ, പാർലക്കോളേജ്. അവിടെ നിന്ന് പഠിച്ചിങ്ങനെ അത് കഴിഞ്ഞിട്ട് ഞാൻ നമ്മുടെ ബി ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് പോയി. അത് ഡിഗ്രി ഇവിടുന്ന് പാസ്സായി. പാസ്സായി. അത് കഴിഞ്ഞിട്ട് ഇവിടെ പോയി ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ്. ഡിഗ്രിക്ക് പോയില്ല.